നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. ദ്രൗപദിയോട് അന്ന് സ്വയംവര പന്തലിൽ വെച്ചുണ്ടായ വിരോധം കർണൻ തീർക്കുകയാണ്. ഇവൾ വേശ്യയാണ്. വേശ്യ എന്ന് പറയുമ്പോഴേക്കും അഭിമാനം എല്ലാം തീർന്നു കഴിഞ്ഞു. പാണ്ഡുവിന്റെ മരുമകളെയാണ് വേശ്യ എന്ന് വിളിച്ചത്. ദുര്യോധനന്റെ സഹോദരങ്ങളുടെ ഭാര്യയെയാണ് വേശ്യ എന്ന് വിളിച്ചത്. ദുര്യോധനന് വിഷമം തോന്നിയില്ല, ദുശാസന് വിഷമം തോന്നിയില്ല, സന്തോഷമേ ഉണ്ടായുള്ളൂ. കാരണം എന്തു പറഞ്ഞാലും എന്തു ചെയ്താലും ഈ 100 പേരിൽ വികർണൻ ഒഴിച്ച് ബാക്കി എല്ലാവരും അനുമോദിക്കും, സന്തോഷിക്കും. വികർണൻ മാത്രമേ എതിർക്കൂ. വികർണന് ധർമാധർമ്മങ്ങളുടെ കാര്യത്തില് കൃത്യമായ നിശ്ചയമുണ്ട്. കുരുക്ഷേത്രത്തില് യുദ്ധം നടക്കുമ്പോൾ വികർണൻ കൗരവപക്ഷത്ത് നിന്നു. അവരുടെ കൂട്ടത്തിലുള്ള കരുത്തനായ പോരാളിമാരിൽ ഒരാളാണ് വികർണൻ. ഘോരഘോരം യുദ്ധം ചെയ്തു, മരിച്ചു വീണു. ഭീമൻ തന്നെ അടിച്ചു കൊന്നു. പക്ഷേ വികർണന് ദുര്യോധനന്റെയും കർണന്റെയും ദുശാസനന്റെയും ഒക്കെ തീരുമാനങ്ങളിലും പ്രവർത്തികളിലും ശക്തമായ എതിർപ്പുണ്ട്. അങ്ങനെ വികർണൻ ഒഴികെയുള്ളവരെല്ലാം കൗരവന്മാരെല്ലാം സന്തോഷിച്ചു. വേശ്യ എന്ന് വിളിച്ചപ്പോ ഏകോ ഭർത്താ സ്ത്രീയാ ദേവൈഹി വിഹിത കുരു നന്ദന ഇയം ത്വനേക വശക ബന്ധഗീതി വിനിശ്ചിത അസ്യാഹ സഭായാം ആനയനം നചിത്രമിതി മേമതി. ഇങ്ങനെ വേശ്യയായിട്ടുള്ള ഇവളെ ഈ സഭയിലേക്ക് പിടിച്ചു വലിച്ചിഴച്ചു കൊണ്ടുവന്നത്, അതും രജസ്വലയായിരിക്കുമ്പോ ഏകവസ്ത്രധാരിണിയായിരിക്കുമ്പോ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നത് അധർമ്മമല്ല എന്നാണ് എന്റെ വ്യക്തമായിട്ടുള്ള തീരുമാനം. അത് ധർമ്മം തന്നെയാണ്, അത് യുക്തം തന്നെയാണ്. ഇതിൽ അയുക്തികത യാതൊന്നും തന്നെയില്ല. ഇവൾ ഒരു വസ്ത്രം മാത്രമേ ധരിച്ചിരിപ്പുള്ളൂ എന്നതുകൊണ്ടെന്ത് കുഴപ്പം? ഏകാംബരധരത്വം വാപ്യഥവാപി വിവസ്ത്രത. ഇവൾ ഒരു വസ്ത്രം ധരിച്ചിരുന്നാലും, ഒരു വസ്ത്രമേ ധരിച്ചിട്ടുള്ളൂ രജസ്വലിയായിരിക്കൊണ്ട്, അതുകൊണ്ടൊരു കുഴപ്പമില്ല. അങ്ങനെയുള്ളവളിവിടെ കൊണ്ടുവന്ന് നിർത്തിയതുകൊണ്ട് കുഴപ്പമില്ല. ഇവൾ വേശ്യയാണ്, ഇവൾക്ക് വസ്ത്രമില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. ആ അവസ്ഥയിലും ഇവിടെ നിൽക്കുവാൻ യോഗ്യയാണ് ഇവള്. എന്തുകൊണ്ടെന്നാൽ അവളുടെ തൊഴിൽ അതാണ്. അവൾ വേശ്യയാണ്, അവൾക്ക് വസ്ത്രത്തിന്റെ ആവശ്യമേയില്ല. ദുര്യോധനൻ ചിന്തിക്കാത്ത കാര്യം ദുര്യോധനന്റെ ബലത്തിൽ, ദുര്യോധനൻ കൊടുത്ത അവസരത്തിന്റെ ബലത്തിൽ കർണൻ നടപ്പിലാക്കുകയാണ്. ദുര്യോധനോട് പോലും പറഞ്ഞിട്ടില്ലാത്ത തന്റെ ഉള്ളിലെ വിരോധം, ക്രോധം, അത് തീർക്കാനുള്ള അവസരമായിട്ട് ദുര്യോധനനെ കരുവാക്കുകയാണ് യഥാർത്ഥത്തിൽ കർണൻ. താൻ കരുവായി തീരുന്നു. ഈ ചതുരംഗക്കളി ഉണ്ടല്ലോ, അതിലെ കരുക്കൾക്ക് എന്താണ് പ്രത്യേകമായിട്ടുള്ള മികവ്? അതിനെ നീക്കുന്ന കളിക്കാരന്റെ മികവ് മാത്രമേ ഉള്ളൂ. കരുക്കൾക്കൊരു മികവുമില്ല. അങ്ങനെ ഒരു നിശ്ചേഷ്ടനായ കരുവാക്കി മാറ്റുന്നു കർണൻ ഇവിടെ. എല്ലാ അവസരങ്ങളെയും തന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടി പരിധി വിട്ട് കർണൻ ഉപയോഗിക്കുന്നു. അതുകൊണ്ടുള്ള തിരിച്ചടി ആർക്കുണ്ടാകുന്നു? കർണനുമല്ല. ആ തിരിച്ചടി ഉണ്ടാകുന്നത് ദുര്യോധനനും ദുശാസനനും മറ്റെല്ലാ കൗരവന്മാർക്കുമാണ്. ദുശാസനന്റെ ഭീകരമായ മരണത്തിന് കാരണമായി തീർന്ന
കർണന്റെ ആജ്ഞയാണ് തൊട്ടടുത്ത് കേൾക്കാൻ പോകുന്നത്. കർണൻ പറഞ്ഞു, ഇവൾ ഏകവസ്ത്രധാരിണിയായിരുന്നാലും ഇവൾക്ക് വസ്ത്രമില്ലെങ്കിൽ പോലും ഇവളെ ഈ സഭയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നത് ഒരിക്കലും തെറ്റല്ല. അതുകൊണ്ട് അലയോ ദുശാസന, ഈ വികർണൻ നിന്റെ അനിയനുണ്ടല്ലോ, അവൻ പറയുന്ന കേട്ട് നീ പതറിപ്പോവേണ്ട കാര്യമില്ല. പതറിച്ചെന്നുള്ള ദുശാസനില്ല. എങ്കിലും ദുശാസനന് കൂടുതൽ ധൈര്യം. കാരണം ഇതിന്റെ അപ്പുറത്തുള്ളൊരു കർമ്മമാണ് ഇനി ചെയ്യേണ്ടത്. അതിനുള്ള പ്രോത്സാഹനം കൊടുക്കുകയാണ് കർണൻ. ദുശാസന സുബാലോയം വികർണ പ്രജ്ഞവാദിക. വലിയ പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുന്നവനാണ് ഈ വികർണൻ. എല്ലാവരും അത് കേട്ട് വിശ്വസിച്ചു പോകും. ഇയാൾക്ക് അറിഞ്ഞുകൂടാത്തതായ കാര്യമില്ല. അയാൾ പറയുന്നതൊക്കെ ശരിയാണ്, അതുകൊണ്ട് അതിനെ അംഗീകരിക്കുക വേണ്ടത്, അതിനെ നടപ്പിലാക്കുക വേണ്ടത് എന്നൊക്കെ തോന്നിപ്പോ. ദുശാസന, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിന്റെ കയ്യിൽ വേണ്ട. നീ ഒരിക്കലും വികർണൻ പറയുന്നതിനെ ശരിയെന്ന് ധരിക്കണ്ട. നീ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരാം, അത് നീ ചെയ്തുകൊള്ളൂ. പാണ്ഡവാനാം ച വാസാംസി ദ്രൗപദ്യാശ്ചാപ്യുപാഹര. ഈ ഇരിക്കുന്ന പാണ്ഡവന്മാരുണ്ടല്ലോ, ഇവർ 5 പേര്. 5 പേരും നിന്റെ അടിമകളാണ്, കൗരവന്മാരുടെ അടിമകളാണ്. അവരുടെ എല്ലാം വസ്ത്രം നീ വാങ്ങിക്കുക. അവര് അങ്ങനെ വസ്ത്രമെല്ലാം ധരിച്ച്, മേൽമുണ്ടെല്ലാം ധരിച്ച്, അങ്ങനെ വലിയ ആളെന്നുള്ള രീതിയിലൊന്നും ഇവിടെ ഇരിക്കണ്ട. ദാസന്മാരാണ്, പരിചാരകന്മാരാണ് ഇപ്പോ. അതുകൊണ്ട് അങ്ങനെ മതി. അവരുടെ വസ്ത്രങ്ങളെല്ലാം നീ വാങ്ങിക്കൊള്ളുക. അതേപോലെ ദ്രൗപദ്യാശ്ചാപ്യുപാഹര, ദ്രൗപദിയുടെ വസ്ത്രവും നീ എടുത്തുകൊള്ളൂ, വാങ്ങിച്ചുകൊള്ളൂ. ഏകവസ്ത്രധാരിണിയാണ് ദ്രൗപദി. ആ ദ്രൗപദിയുടെ വസ്ത്രം പിടിച്ചഴിക്കാൻ ദുര്യോധനനല്ല പറഞ്ഞ്, ദുശാസനന്റെ തീരുമാനവുമായിരുന്നില്ലത്. അത് കർണന്റെ ആജ്ഞയായിരുന്നു. ദുശാസനന്റെ ഭീകര മരണത്തിന് കർണൻ ഇതാ കാരണമൊരുക്കി കൊടുക്കുകയാണ്, കളമൊരുക്കി കൊടുക്കുകയാണ്. ഈ ലോകത്തില് ഒരു സ്ഥലത്തും നടന്നിട്ടില്ലാത്തതായ ഒരു ഭയങ്കര സംഭവം അരങ്ങേറുകയാണ്. ഒരു അടിമയായാൽ പോലും ആ അടിമയ്ക്ക് അടിമയുടേതായ മാനമുണ്ട്. ആ അടിമ സ്ത്രീ ആയാലും പുരുഷനായാലും ആ അടിമയുടെ വസ്ത്രം പിടിച്ചഴിക്കാൻ ഈ ലോകത്തിൽ മനുഷ്യ ജന്മത്തിൽ പിറന്ന ആരും തയ്യാറാവില്ല. അങ്ങനെയുള്ള സംഭവം നടന്നിട്ടില്ല, നടക്കില്ല. അങ്ങനെ എവിടെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇതേപോലുള്ള പണ്ഡിതന്മാരിരിക്കുന്ന, ബഹുമാനിക്കേണ്ട ആളുകൾ ഇരിക്കുന്ന, ഉത്തരവാദിത്വമുള്ള ആളുകൾ ഇരിക്കുന്ന, രാജ്യഭരണം നടത്തുന്ന ആളുകൾ ഇരിക്കുന്ന സഭയിൽ വെച്ചായിരിക്കില്ല. അങ്ങനെയുള്ള സഭകളിൽ ഒരിടത്തും ഏത് നാട്ടിലും ലോക ചരിത്രം മുഴുവൻ പരിശോധിച്ചുകൊള്ളുക, സ്ത്രീയുടെയോ പുരുഷന്റെയോ വസ്ത്രം പിടിച്ചഴിക്കില്ല. അങ്ങനെ ഒരു കുകർമ്മം, അതിന് കർണൻ ആജ്ഞ കൊടുത്തു. ഇവൾക്ക് വസ്ത്രമില്ലെങ്കിലും സാരമില്ല, അവളുടെ വസ്ത്രം അപഹരിച്ചുകൊള്ളൂ. കർണൻ പറഞ്ഞു. ഇത് കേട്ട അവസരത്തില് തജ്രുത്വാ പാണ്ഡവാ സർവേ സ്വാനിവാസാംസി ഭാരത അവകീര്യോത്തരീയാണി സഭായാം സമുപാവിശൻ. ഇത് കേട്ട മാത്രയില് ഇനി ദുശാസനൻ തങ്ങളുടെ മേൽവസ്ത്രം പിടിച്ചഴിക്കാനൊന്നും വരേണ്ട കാര്യമില്ല. അവര് മേൽവസ്ത്രം ഊരിയിട്ട് അവിടെ വച്ചു, അവിടെ വച്ചിട്ട് ഇരുന്നു. ആ അവസരത്തില് ദുശാസനൻ എന്ത് ചെയ്തു? തതോ ദുശാസനോ രാജൻ ദ്രൗപദ്യാവസനം ബലാത് സഭാമധ്യേ സമാക്ഷിപ്യ വിപാകൃഷ്ടം പ്രചക്രമേ. ആ അവസരത്തില് ദുശാസനൻ എന്ത് ചെയ്തു? ഏത് അതിക്രമവും ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്സാഹിച്ചു നിൽക്കുന്ന ദുശാസനൻ ഉടനെ തന്നെ ആ സഭാമധ്യത്തിൽ വെച്ചിട്ട് ദ്രൗപദിയുടെ വസ്ത്രത്തിൽ പിടികൂടി. എന്നിട്ട് എല്ലാവരുടെയും മുമ്പ് വെച്ച് ആ വസ്ത്രത്തെ വലിച്ച് അഴിക്കാനായിട്ട് വളരെ വേഗത്തിൽ തുടങ്ങി. അങ്ങനെ ആ സഭാഗൃഹം മുഴുവൻ അവളെ വലിച്ചിഴച്ചു.
വസ്ത്രം അഴിക്കാനുള്ള കോലാഹലം. പാഞ്ചാലി എല്ലാവരുടെയും പേര് പറഞ്ഞ് നിലവിളിച്ചു. അവിടെ ഇരിക്കുന്നവരാരും തന്നെ അനങ്ങിയില്ല. ആരും പാഞ്ചാലിയെ രക്ഷിക്കാനായിട്ട് ഓടി വന്നില്ല. ഒരു സ്ത്രീക്ക് ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ അപമാനം, ആ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആരും തയ്യാറായില്ല. വാക്കുകൊണ്ട് പോലും അപ്പോൾ തയ്യാറായില്ല. ദ്രൗപദി എന്തു ചെയ്യും? ദ്രൗപദി ഓർമ്മിച്ചു. അവൾ പറഞ്ഞു, ജ്ഞാതം മയാ വസിഷ്ഠേന പുരാഗീതം മഹാത്മന മഹത്യാപതി സംപ്രാപ്തേ സ്മർത്തവ്യോ ഭഗവാൻ ഹരി. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, പണ്ട് ഋഷിയായ വസിഷ്ഠൻ നൽകിയിട്ടുള്ളതായ, ലോകത്തിന് നൽകിയിട്ടുള്ളതായ ഉപദേശം അത് ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്താ അദ്ദേഹം നൽകിയിരിക്കുന്ന ഉപദേശം? വലുതായിട്ടുള്ള വിപത്ത് വരുമ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ലോകത്തിന് മുഴുവൻ ആദികാരണമായിരിക്കുന്ന ഭഗവാൻ നാരായണനെ, ഹരിയെ ഭക്തിയോടുകൂടിയിട്ട് വിളിക്കുക, അദ്ദേഹത്തിന്റെ നാമം ഉച്ചരിക്കുക. ആ നാമമന്ത്രങ്ങൾ കൊണ്ട് ഹരി രക്ഷാകവചമായി ഓടിയെത്തും, അദ്ദേഹം രക്ഷിക്കും. ഇത് വസിഷ്ഠന്റെ വാക്യമാണ്.